വയനാട്ടിലെ തൊണ്ടനാട് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് 4 കരാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയതിലും ചിലവഴിച്ചതിലുമാണ് വൻ തട്ടിപ്പ് കണ്ടെത്തിയത്. അക്രഡിറ്റഡ് എഞ്ചിനീയർ ജോജോ ജോണി, അക്കൌണ്ടന്റ് കം IT അസിസ്റ്റന്റ് VC നിതിൻ, ഓവർസിയർമാരായ KA റിയാസ്, പ്രിയ ഗോപിനാഥൻ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവുമധികം തുക ചിലവഴിച്ച തൊണ്ടർനാട് പഞ്ചായത്തിലെ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്രൊജക്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഒരേ പദ്ധതിയിൽ 2 തരം ചെലവുകൾ രേഖപ്പെടുത്തിയതായി പരിശോധനയിൽ വ്യക്തമായി. നടപ്പാക്കാത്ത പദ്ധതിയുടെ പേരിൽ പണം ചെലവഴിച്ചെന്നും പരിശോധനയിൽ കണ്ടെത്തി. കോടികളുടെ ക്രമക്കേട് നടന്നതായി UDFും BJPയും ആരോപിക്കുന്നു. വിവിധ പദ്ധതികളിലായിട്ട് കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ എസ്റ്റിമേറ്റിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് ഭരണസമിതി കണ്ടെത്തിയിട്ടുള്ളത്. ആ പണം പോയ കരാറുകാരുടെ പേരിലും പോലീസിൽ പരാതി കൊടുക്കാനും അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം JPCയോട് അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും വേണ്ടി ഇന്ന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞതായി LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അവകാശപ്പെടുന്നു. സെക്രട്ടറിയുടെ ഇന്നത്തെ റിപ്പോർട്ടിലെ 2 ജീവനക്കാരെ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയും അക്കൗണ്ടന്റിനെയാണ് കുറ്റം ചെയ്തതായിട്ട് അവിടെ പ്രാഥമികമായിട്ട് റിപ്പോർട്ടിൽ വെച്ചത്. അവരെ സസ്പെൻഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം. 2023-24 വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ വയനാട്ടിൽ ഏറ്റവും അധികം തൊഴിൽ ദിനങ്ങൾ നൽകിയത് തൊണ്ടർനാട് പഞ്ചായത്താണ്. ഇതിനിടയിലാണ് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് പുറത്തുവരുന്നത്. താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടിയെടുത്താലും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. മാതൃഭൂമി ന്യൂസ്, വയനാട്.